ഹായ് ഗൈസ്, എല്ലാവർക്കും സുഖം വിശ്വസിക്കുന്നു. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. വീഡിയോ കൊണ്ടുവന്നിട്ട് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് അടിക്കുക, ഇഷ്ടപ്പെട്ടില്ല ഡിസ്ലൈക്ക് അടിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഇന്നത്തെ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഖിൽ മാരാറുടെ പ്രശ്നങ്ങൾ തീരുന്നില്ല. അതുപോലെ തന്നെ അഖിൽ മാരാറിനെ എതിരായിട്ട് ഇപ്പോൾ പുതിയൊരാൾ കൂടി പുറത്തു വന്നിരിക്കുകയായിരുന്നു. ഇതുവരെ റിനോഷ്, അതുപോലെ തന്നെ ഡോക്ടർ റോബിൻ, അങ്ങനെയൊക്കെ പറഞ്ഞ ആളുകളെ ഇന്ന് പുറത്തു വന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ പുതിയതായിട്ടുള്ള ആള്, അതായത് ആ സീസൺ 5 കണ്ടസ്റ്റന്റ് ആയിട്ടുള്ള ശോഭ വിശ്വനാഥ് എന്ന് പറയുന്ന കണ്ടസ്റ്റന്റ്. അങ്ങനെ ശോഭയും ഇപ്പൊ പുറത്തു വന്നിട്ട് കുറെ കാര്യങ്ങൾ വെളിപ്പെടുത്തുകയാണ് ചെയ്യുന്നത് അഖിൽ മാരാർക്കെതിരെ. അതിന് അഖിൽ മാരാർ മറുപടി കൊടുക്കുന്നു. അഖിൽ മാരാർ ശോഭയെ തേച്ച് സ്റ്റിക്കറായിട്ട് ഒട്ടിക്കുന്നു. അതുപോലെ തന്നെ ശോഭ അഖിൽ മാരാറെ തേച്ച് സ്റ്റിക്കറായി ഒട്ടിക്കുന്നു. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മൾ പാവം ജനങ്ങൾ. അതായത് സീസൺ 6 അവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. അതിനാർക്കും വേണ്ട, അതൊരു സൈഡിൽ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇപ്പുറത്ത് അഖിൽ മാരാറും സീസൺ 5 കണ്ടസ്റ്റന്റും ഇനി ഒന്നുമില്ലാന്നുണ്ടെങ്കിൽ അഖിൽ മാരാറാണ് കിങ് എന്ന് പറഞ്ഞ് നടക്കുമ്പോൾ ആ കിങ്ങിനെ അങ്ങോട്ട് വളർത്തിയാൽ പോരാന്ന് പറഞ്ഞുകൊണ്ട് റോബിൻ വരുന്നു, ഇല്ലെങ്കിൽ സാബുമോൻ വരുന്നു. ഇതെന്തായിരുന്നാലും ജനങ്ങളെ വിഡ്ഢികളാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു പരിപാടിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നിരുന്നാൽ പോലും നമുക്ക് വിഷയത്തിലേക്ക് വരാം. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ആദ്യമായിട്ട് കാണിക്കാൻ പോകുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ശോഭ ഒരു ന്യൂസ് 18 ഒരു എന്താണ് ഒരു ചാനൽ ഇന്റർവ്യൂ നടത്തുന്നുണ്ടായിരുന്നു. അപ്പൊ അതിൽ കുറച്ച് കാര്യങ്ങൾ, അതായത് ഈ വിഷയത്തെക്കുറിച്ച് എന്താണ് ശോഭക്ക് പറയാനുള്ളത് എന്നൊക്കെ ചോദിച്ചിട്ട്, അതായത് ഈ അഖിൽ മാരാർ ഉന്നയിച്ച വിഷയത്തെക്കുറിച്ച് പല ചാനൽ ചർച്ചകളും ഉണ്ടായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ ചാനൽ ചർച്ചയിൽ രണ്ടാൾക്കാർ പോയതിൽ ഒന്ന് നമ്മുടെ സാബുമോനും മറ്റൊന്ന് നമ്മുടെ ശോഭ വിശ്വനാഥും അങ്ങനെ കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ശോഭ അതിൽ നിന്നും ഒരു ഇന്റർവ്യൂ കൊടുക്കുന്നുണ്ടായിരുന്നു. പുറത്തു വന്നിട്ട് ഒരു ചാനലിന് ഇന്റർവ്യൂ കൊടുത്തിട്ട് ശോഭ കുറെ കാര്യങ്ങളൊക്കെ പുറത്തു വിടുന്നുണ്ട്. അതായത് എന്തുകൊണ്ട് അഖിൽ മാരാർക്ക് 2 പേര് പറഞ്ഞുകൂടാ എന്നൊക്കെ പറഞ്ഞിട്ട് ശോഭ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ എന്നിരുന്നാൽ പോലും ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് ആ 2 ക്ലിപ്പുകളാണ് നിങ്ങൾക്ക് ഫസ്റ്റ് ആയിട്ട് കേൾപ്പിക്കാൻ പോകുന്നത്. അപ്പോ ആ 2 ക്ലിപ്പിന് ശേഷം നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്ത്, അതായത് വൺ ആൻഡ് ഓൺലി കേരളത്തിന്റെ അഭിമാന പുരുഷോത്തമൻ, അഭിമാനത്തിന്റെ താര പദവിയിൽ എഴുന്നേൽക്ക് നിൽക്കുന്ന പ്രിയപ്പെട്ട നമ്മുടെ രോമാഞ്ചം എണീറ്റ് നിൽക്കുന്ന അഖിൽ മാരാർ എന്ന് പറയുന്ന കേരളത്തിന്റെ വൺ ആൻഡ് ഓൺലി ഒരേ ഒരു കിങ്, കേരളത്തിനെ പിടിച്ചു കുലുക്കാൻ ധൈര്യമുള്ള ഒരേ ഒരു രാജാവ് അഖിൽ മാരാർ ഇതിന് മറുപടി കൊടുക്കുന്നുണ്ട്. എന്നിരുന്നാൽ പോലും ഈ 2 കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ എന്ത് ചെയ്യുക, ആദ്യം ശോഭ പറഞ്ഞ കാര്യങ്ങൾ നമുക്കൊന്ന് മുന്നോട്ട് കാര്യങ്ങളൊന്ന് ചർച്ച ചെയ്യാം. അപ്പോൾ അതൊന്ന് കണ്ടിട്ട് വരും. പക്ഷെ നമുക്ക് ക്ലാരിറ്റി, അതുകൊണ്ടാണ് ഞാൻ എടുത്തെടുത്ത് വീണ്ടും വീണ്ടും പറയുന്ന ക്ലാരിറ്റി. ആരൊക്കെയാണ് ആ കൾപ്രിറ്റ്സിന്റെ പേര് പറയാൻ എന്താണ് മടി? മനസ്സിലായില്ലേ? ഇപ്പം അറിയാമെന്നുള്ള ഒരു കാര്യമാണെങ്കിൽ പേടിയില്ല. ഈ ഒരു വർഷമായി, ഈ ഒരു വർഷമായിട്ട് ഈ കോൺട്രാക്ട് തീരുന്നവരെ എന്തിനു വെയിറ്റ് ചെയ്തു? അതിന് മുമ്പേ ഇത് ഡിസ്കസ് ചെയ്യാറുണ്ട്. ഈ സിബിന്റെ കേസ് വരെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നല്ലോ. അത് നേരത്തെ ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമായിരുന്നില്ലേ? അതിനെക്കുറിച്ച് അറിയാമായിരുന്നെങ്കിൽ എന്തുകൊണ്ടത് പറഞ്ഞില്ല ഇത്രയും നാളായിട്ട്? എങ്കിൽ സീസൺ 6 കുട്ടികളെങ്കിലും നമുക്ക് രക്ഷിക്കായിരുന്നില്ലേ? അങ്ങനെ ഉണ്ടെങ്കിൽ. അതിനുള്ള നല്ലൊരു ചുട്ട മറുപടി ഇന്നലെ സാബുചേട്ടൻ തന്നെ ലൈവില് പറഞ്ഞ കാര്യമാണ്. ഇതിപ്പം സീസൺ 1 അല്ല, സീസൺ 5 ആണ് അഖിൽ മാരാർ വന്നിരുന്നത്, ഉൾപ്പെടെ ഉണ്ടായിരുന്നത്. ആദ്യത്തെ സീസൺ ആണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം, പലർക്കും പല സാലറി ആണെന്ന് അറിയില്ലായിരുന്നു എന്ന് പറയാം. ഇപ്പം ഒരാൾക്ക് ഇപ്പൊ കൂടുതൽ സാലറിയാണ്, മറ്റാൾക്ക് കുറവാണ്. ഇതെല്ലാം എന്താണ് നിശ്ചയിക്കുന്നത്? 2 കാര്യമാണ്. ഒന്നെന്ന് പറഞ്ഞാൽ നമ്മളെ ഇൻവൈറ്റ് ചെയ്തിട്ട് നമ്മളൊരു ഇതായിട്ട് പോവാണ്, മനസ്സിലായില്ലേ? നമുക്ക് ഇങ്ങോട്ട് ഇൻവിറ്റേഷൻ വന്ന് നമ്മൾ പോവാണ്. അത് മേ ബി ബിക്കോസ് ഓഫ് ഡിഫറെന്റ്. ഇപ്പോഴത്തേക്ക് ജുനൈസിന് കൂടുതലാണ് കിട്ടിയതെന്ന് വിചാരിച്ചിട്ട് ഞാൻ ജുനൈസിന്റെ അടുത്ത് അടി ഉണ്ടാക്കാൻ പോവോ, പുറത്തിറങ്ങിയിട്ട് കുറ്റം പറയോ, അല്ലെങ്കിൽ ചാനലിനെ ക്വസ്റ്റ്യൻ ചെയ്യുകയോ അല്ല ചെയ്തത്. എനിക്ക് വേണമെങ്കിൽ പോവാതെ ഇരിക്കാമായിരുന്നു. ഇപ്പൊ ഈ കുറച്ച് കിട്ടിയെന്ന് പറയുന്ന ആള് അറിയാമായിരുന്നെങ്കിൽ എന്തിനു പോയി? അതിനെക്കാട്ടി പുറത്ത് നിന്ന് ഉണ്ടാക്കാൻ പറ്റുമായിരുന്നെങ്കിൽ പോണ്ടായിരുന്നു. ഇതിനകത്ത് കഴിഞ്ഞാൽ ഇത്രയും ഒരു സപ്പോർട്ട് ചാനലിന്റെ, ഏഷ്യാനെറ്റിന്റെ ഭാഗത്ത് നിന്ന് സപ്പോർട്ട് കിട്ടിയിട്ടുള്ള ഒരു കണ്ടസ്റ്റന്റ് വേറെ ഉണ്ടാവില്ല. ബിക്കോസ് ഇത് പല ഇൻസിഡന്റ് എടുത്താൽ തന്നെ അറിയാം. ഇപ്പോൾ റോബിനെ പുറത്താക്കിയിട്ടുണ്ട് ഒരു ഫിസിക്കൽ അസോൾട്ടിൽ. എന്തുകൊണ്ട് ജുനൈസിന്റെ കേസിൽ അഖിലിനെ പുറത്താക്കിയില്ല? എൻ്റെ കേസിൽ വനിതാ കമ്മീഷൻ വരെ കേസ് എടുക്കാനിരുന്ന റെഡിയായിരുന്ന സമയത്ത് റനീഷയുടെ ഒരു കാര്യം പറഞ്ഞ് എന്നെ വായ അടപ്പിക്കാൻ നോക്കി, അല്ലെങ്കിൽ എന്നെ പ്രഷറൈസ് ചെയ്ത് അഖിലിനൊരു ക്ഷമ കൊടുത്തൂടെ എന്നുള്ള രീതിയിലേക്ക് കൊണ്ടുവന്നില്ലേ? അന്ന് ശരിക്കും കൊണ്ടുവന്നു. സംഭവിച്ച പക്ഷെ എന്താണ്, അന്ന് അവിടെ പറഞ്ഞത് എന്താണെന്ന് എല്ലാവർക്കും വ്യക്തമായ കാര്യമാണ്. പുള്ളിക്കാരൻ അതിനകത്തുള്ള കാര്യമല്ല എടുത്തു പറഞ്ഞത്. പുറത്ത് പറ്റിച്ചും സുഖിപ്പിച്ചും ജീവിക്കുന്ന ഒരു വനിതയാണ്, നിങ്ങളെല്ലാം അങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഒരു കമ്മ്യൂണിറ്റീനെയും കൂടിയാണ് അത്
ബാധിച്ചത്. ബിസിനസ്സുമായിട്ട് ബാധിച്ചു. മാത്രമല്ല, അങ്ങനെയാണെങ്കിൽ ഞാൻ ഡീഫോമേഷൻ മാത്രമല്ല കോമ്പൻസേഷൻ ചോദിക്കണം. ബിക്കോസ് എനിക്ക് ഇതും നഷ്ടം വന്നിട്ടുണ്ട്. മനസ്സിലായില്ലേ? പക്ഷെ അവിടെ ഇത് പറയാൻ കാര്യം, അഖിലിനെ അരഞ്ചാം നോക്കിയിട്ട് ഏഷ്യാനെറ്റ് നോക്കിയിട്ട് തൂക്കിക്കളയാൻ പറ്റിയിട്ടില്ല. ഏഷ്യാനെറ്റിന് വേണമെങ്കിൽ അങ്ങനെ കളയാൻ പറ്റാത്ത ഒരാളാണോ, ഒരു കണ്ടസ്റ്റന്റ് ആണോ? വേണമായിരുന്നെങ്കിൽ ഇത്രയും ഒരു 4 വിഷയം മധുവിന്റെ തുടങ്ങി ഈ പറഞ്ഞ ലാസ്റ്റ് ഹെൽത്ത് ഇഷ്യൂ വന്നത് വരെ ഇത്രയും ഇഷ്യൂവിൽ തൂക്കിക്കളയാൻ പറ്റാത്ത അവസരമായിരുന്നു അല്ലല്ലോ. അപ്പോൾ എൻ്റെ ഇഷ്യൂലാണെങ്കിൽ പോലും ഞാൻ അത് കഴിഞ്ഞിട്ട് എനിക്ക് അപ്പോ ഇതിൽ ശോഭ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതായത് ശോഭ അഖിൽ മാരാറിനാണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് കിട്ടിയിട്ടുള്ളത്. പിന്നെ എന്തുകൊണ്ട് അഖിൽ മാരാർക്ക് ആ 2 പേര് പറഞ്ഞൂടാ? അതില്ലാതെ ഇപ്പൊ അതുപോലെ തന്നെ ഇത് ഷാലു പയ്യാടിന്റെ ഒരു ചെറിയൊരു ക്ലിപ്പ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഷാലു പയ്യാട് ബിഗ് ബോസിൽ റിലേറ്റഡ് ആയിട്ട് കുറെ കാര്യങ്ങൾ എന്നെ ഇതിലൊക്കെ ഇൻവോൾവ് ചെയ്യുന്നത് കൊണ്ട് തന്നെ എനിക്ക് 2 കാര്യങ്ങൾ പറയാനുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഏഷ്യാനെറ്റ് എന്ന് പറയുന്ന ഒരു ചാനലില് അവിടെ ആ ഷാലു പയ്യാട് പറയുന്ന വാക്ക് ഞാൻ കണ്ടെടുക്കുകയാണ്. അതായത് ഇപ്പൊ ശോഭ പറഞ്ഞതോടുകൂടി അപ്പോൾ ഈ ഏഷ്യാനെറ്റ് എന്ന് പറയുന്ന ഒരു ചാനലിൽ എന്നായിരുന്നാലും ഒരു 100-600 ആളുകൾ വർക്ക് ചെയ്യുന്നുണ്ടാവും പല രീതിയിലായിട്ട്. അപ്പൊ അതിൽ നിൽക്കുന്ന 2 പേര് എന്ന് പറയുമ്പോൾ ഇതിൽ മറ്റുള്ള എല്ലാവരെയും ആൾക്കാർ സംശയിക്കും. നമുക്കറിയുന്നതായിട്ടോ നമ്മുടെ സുഹൃത്തുക്കളായിട്ടോ ആളുകൾ ഏഷ്യാനെറ്റിൽ വർക്ക് ചെയ്യുന്നവരായിട്ട് കിടക്കുമ്പോൾ എടാ നീയല്ലടാ എന്ന് പറഞ്ഞ് സംശയിക്കപ്പെടേണ്ട ഒരു അവസ്ഥ വരുന്നുണ്ട്. അപ്പൊ അഖിൽ മാരാർക്ക് ഇവിടെ ഈ എമ്മും പിയും പറഞ്ഞാൽ മതി എന്നാണ് ഷാലു ഭയ്യോട് പറയുന്നത്. അത് വളരെ കൃത്യമായിട്ടുള്ള ഒരു പോയിന്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. എന്നിട്ട് നമ്മൾ ശോഭയുടെ വിഷയത്തിലേക്ക് വരാം. അപ്പൊ ശോഭ എന്ന് പറയുന്ന വ്യക്തി ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ ഈ മറ്റേ റിനോഷ് പറഞ്ഞ പോലെ തന്നെയാണ്. അതായത് സീസൺ 5 എടുത്തു കഴിഞ്ഞാൽ ഒരു പ്രേക്ഷകർക്ക് കോമൺ ആയിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ അവിടെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് കിട്ടുന്നത് അഖിൽ മാരാർക്കാണ്. ഏഷ്യാനെറ്റിന്റെ കീഴിൽ നിന്നും അല്ലെങ്കിൽ ചാനലിന്റെ കീഴിൽ നിന്നും ഏറ്റവും കൂടുതൽ സപ്പോർട്ട് കിട്ടിയിട്ടുള്ളത്. ജുനൈസിന്റെ ഇഷ്യൂ എന്തുകൊണ്ട് ചർച്ച ചെയ്തില്ല? അതുപോലെ തന്നെ ശോഭയുടെ ഇഷ്യൂ ഉണ്ടായിരുന്നു, അത് എന്തുകൊണ്ട് ഇത്ര വലിയ ഇഷ്യൂ ആക്കി മാറ്റിയില്ല? അപ്പൊ അതിനർത്ഥം എന്താണെങ്കിലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പൊ ശോഭ പറഞ്ഞിട്ടുള്ള കാര്യം വളരെ കൃത്യമായിട്ടുള്ള ഒരു പോയിന്റ് തന്നെയാണ്. അപ്പൊ എന്തുകൊണ്ട് അത് ചർച്ച ചെയ്തില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ സമയം കഴിഞ്ഞപ്പോൾ അഖിൽ മാരാർക്ക് നല്ല സപ്പോർട്ട് ഉണ്ട് എന്ന് മനസ്സിലാക്കിയപ്പോൾ, അഖിൽ മാരാറിനെ ഒഴിവാക്കാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ അവിടുന്ന് അഖിൽ മാരാർ എന്ന് പറയുന്ന വ്യക്തിക്ക് അവിടെ സപ്പോർട്ട് ഉണ്ട്. അഖിൽ മാരാറിനെ പോലത്തെ പ്ലേയേഴ്സ് ആ സീസണിൽ ഇല്ലാത്തത് കൊണ്ടും എന്തുകൊണ്ടും കപ്പ് അർഹിക്കുന്നത് അഖിൽ മാരാർക്കാന്നുള്ളത് ജനങ്ങൾക്കും പോലെ തന്നെ ഏഷ്യാനെറ്റ് പ്ലാറ്റ്ഫോമിലേക്കും മനസ്സിലാവുന്നത് കൊണ്ട് തന്നെ ഈ അഖിൽ മാരാർ സപ്പോർട്ട് ചെയ്യുന്നു. അഖിൽ മാരാർക്ക് അതിൽ വല്ല പിൻകാളി ഉണ്ടോ ഇല്ലെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്നിരുന്നാൽ പോലും അഖിൽ മാരാർ എന്ന് പറയുന്ന വ്യക്തി ഇങ്ങനെ ചെയ്തത് അല്ല അഖിൽ മാരാർക്ക് സപ്പോർട്ട് ഉണ്ട് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. അത് എനിക്ക് ഓൾറെഡി മനസ്സിലായതാണ്. നമ്മളൊക്കെ സീസൺ 5 ഞാനൊക്കെ ഏകദേശം ഒരു 50 എപ്പിസോഡ് 70 എപ്പിസോഡിന് ശേഷം പിന്നെ ഞാൻ ആകെ ലാലേട്ടൻ വരുന്ന എപ്പിസോഡ് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഖിൽ മാരാറാണ് വിന്നർ എന്നുള്ള എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. അവിടെ ബാക്കി ആര് സംസാരിച്ചാൽ അഖിൽ മാരാറിനെ പോലത്തെ ആളുകൾ ഇല്ല എന്നുള്ളത് നമുക്ക് അറിയുന്ന ഒരു കാര്യം തന്നെ ആയതുകൊണ്ട് തന്നെ എന്റെ പോസിറ്റീവ് പോയിന്റിൽ അവിടെ അഖിൽ മാരാർ വിജയിക്കും എന്നുള്ളത് 100% ഉറപ്പുള്ളത് കൊണ്ട് തന്നെ ഞാൻ ആ ഒരു എപ്പിസോഡുകൾ കാര്യങ്ങളൊക്കെ പരമാവധി അവോയ്ഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിപ്പോ നമ്മൾ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അഖിൽ മാരാറാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ബിഗ് ബോസ് കണ്ടസ്റ്റന്റ്. അല്ല, അഖിൽ മാരാറാണ് ബിഗ് ബോസിനെ ഇത്രയും പിടിച്ചു നിർത്തിയിട്ടുള്ളത്. അഖിൽ മാരാറുള്ളതുകൊണ്ടാണ് ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം തന്നെ ഇപ്പൊ നിലനിൽക്കുന്നത്. അഖിൽ മാരാറുള്ളത് കൊണ്ടാണ്. അല്ലെങ്കിൽ ഞാനൊന്നും ഞെട്ടിയാ ബിഗ് ബോസ് അങ്ങ് കീഴെ വീഴും എന്നുള്ള ഒരു ധാരണയൊക്കെ അഖിൽ മാരാറിനുണ്ട്. അപ്പൊ എന്തിരുന്നാൽ പോലും ഇതിന് അഖിൽ മാരാർ കുറച്ച് മറുപടി കൊടുക്കുന്നുണ്ട്. അതായത് ശോഭക്കെതിരെ ആ ശോഭയുടെ കുറെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതായത് ശോഭയുടെ ഫാമിലിയുടെ കാര്യങ്ങളും എന്തൊക്കെയോ കുറെ അഭിപ്രായങ്ങളൊക്കെ അഖിൽ മാരാർ പറയുന്നുണ്ട്. ഇതൊക്കെ കണ്ടിരിക്കാൻ നമ്മളെ പോലത്തെ പൊട്ടന്മാർ ഇവിടെ ഉള്ളതുകൊണ്ടാണ് എന്നുള്ളതാണ് എൻ്റെ ഒരു സന്തോഷം. അപ്പൊ എന്നിരുന്നാലും അഖിൽ മാരാർ പറയുന്ന 2 കാര്യങ്ങൾ നിങ്ങൾ സംസാരിച്ചിട്ട് നമുക്ക് ബാക്കിയുള്ള വിഷയം. ടിക്കറ്റ് ടു ഫിനാലെ എന്ന് പറയുന്ന ഒരു ടാസ്ക് കൊണ്ടുവരുന്നു. ഈ ടിക്കറ്റ് ടു ഫിനാലെ ടാസ്ക് കൊണ്ടുവരുമ്പോൾ ആരെ സപ്പോർട്ട് ചെയ്യാനാണ് എന്നത് നിങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഒരിടത്ത് കുത്തിയിരുന്നാൽ ആര് വിജയിക്കും, ആ സീസണിലുള്ളതിൽ ആര് വിജയിക്കും, ആരതുകൊണ്ട് ഫിനാലെ വിജയിച്ച് വരണമെന്നാണ് ആ ടാസ്ക് കൊടുത്തിട്ടുള്ളവർ ചിന്തിച്ചിട്ടുള്ളത് എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. പിന്നെ 2, ഒരു പ്രാങ്ക് ശോഭയ്ക്ക് വേണ്ടി തന്നെ, അതായത് ശോഭയ്ക്ക് ജനങ്ങൾക്കിടയിലേക്ക് കൂടുതൽ റീച്ച് കിട്ടാനും ആ സമയത്ത് കൂടുതൽ കണ്ടന്റ് ശോഭയുടേക്ക്, അതായത് ശോഭയുടെ കണ്ടന്റ് ഒന്നും ആ സമയത്ത് ഇല്ല. അപ്പൊ ശോഭയ്ക്ക് വേണ്ടിയിട്ട് ഒരു ദിവസത്തെ ഫുൾ കണ്ടന്റ് ഒരു ടാസ്ക് കൊടുത്തുകൊണ്ട് ശോഭയ്ക്ക് വേണ്ടിയിട്ട് തന്നെ അണിയറയിലുള്ള ആൾക്കാർ സപ്പോർട്ട് കൊടുക്കുകയാണ്. ഇനി മറ്റൊരു കാര്യം കൂടെ ഞാൻ പറയാം. അതായത് ഈ ഞാൻ ഹോസ്പിറ്റലിൽ പോയ സമയത്ത് ശോഭ പറയുന്നൊരു കാര്യം ഉണ്ടായിരുന്നല്ലോ, എന്തായിരുന്നു, ഇവനെ കൊല്ലത്തേക്ക് അങ്ങ് പാക്ക് ചെയ്താൽ മതിയെന്ന്. അത് പുറത്ത് വലിയ രീതിയിൽ ഗൗരവമാവുകയും ആ വിഷയം ചർച്ചയിൽ എടുക്കണമെന്ന്
വീക്കെൻഡ് എപ്പിസോഡിൽ ഇവർ സംസാരിച്ചു, അതായത് ലാലേട്ടൻ ഇത് സംസാരിക്കണമെന്ന് സംസാരിച്ചു. പക്ഷേ അത് സംസാരിക്കാൻ സമ്മതിപ്പിച്ചില്ല. കാരണം ലൈവ് കാണുന്ന പ്രേക്ഷകരെക്കാട്ടിയും എത്രയോ ഇരട്ടി ആൾക്കാരാണ് ഈ പറഞ്ഞ എപ്പിസോഡ് കാണുന്നത്. അപ്പൊ ഈ എപ്പിസോഡിൽ ഇങ്ങനെ ഒരു മൈൻഡ് സെറ്റ് ഉള്ള ഒരാളാണോ ശോഭ എന്ന് പ്രേക്ഷകർ അറിയണ്ട എന്ന് വിചാരിച്ചിട്ട് ആ വിഷയം സംസാരിപ്പിക്കണ്ട എന്ന് പറഞ്ഞ് മാറ്റിയതും ഞാൻ ഈ ആരോപണം ഉന്നയിച്ചതിൽ ഒരാളാണ്. പിന്നീട് നമ്മുടെ ഫാമിലി ടാസ്ക് പ്ലാൻ ചെയ്യുമ്പോൾ ഫാമിലി ടാസ്കിൽ ശോഭയുടെ ഫാമിലി വരില്ല എന്നായിരുന്നു ആദ്യം പറഞ്ഞത്. ശോഭയുടെ ഫാമിലി വരില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു ടാസ്കേ വേണ്ട എന്നൊരു തീരുമാനം ഇവർ എടുക്കുന്നു. അപ്പോൾ ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഉത്തരവാദിത്തപ്പെട്ട മറ്റു ചിലർ, അതായത് 1-2 ആൾക്കാരുടെ സ്ഥാപിത താല്പര്യങ്ങൾ ഇവിടെ നടപ്പിലാക്കാൻ പറ്റില്ല എന്ന് വാശി പിടിച്ചുകൊണ്ട് ശോഭയുടെ ഫാമിലി. അപ്പോ ഇത് നിങ്ങൾ കേട്ടല്ലോ. ഇപ്പൊ അഖിൽ മാരാർക്ക് സ്വാഭാവികമായിട്ട് മനസ്സിലായതാണ്. അതായത് ശോഭ എന്തോ പറയുന്നു, ഈ റിനോഷ് എന്തോ പറയുന്നു. എന്റെ അഭിപ്രായത്തില് ഞാനൊരു എന്റെ ഒരു ഒപ്പീനിയനാണ് ഞാൻ പറയാൻ പോകുന്നത്. അതായത് ഇപ്പൊ അഖിൽ മാരാരുടെ ലക്ഷ്യം ഈ 2 പേരെ കൊടുക്കുക എന്നുള്ളതാണെങ്കിൽ എന്തുകൊണ്ട് റിനോഷ് പറയുന്ന വാക്കുകൾ എടുക്കണം? അത് അഖിൽ മാരാറിനെ ഇഗ്നോർ ചെയ്തൂടെ? പല ആളുകളും പലതും സംസാരിക്കും, എനിക്ക് അതിനോട് താല്പര്യമില്ല, എനിക്ക് അതിന് മറുപടി കൊടുക്കാൻ താല്പര്യമില്ല, എന്റെ വിഷയം എന്താണോ ഇതാണ് എന്റെ വിഷയം. എന്തുകൊണ്ട് ശോഭക്കെതിരെയും എന്തുകൊണ്ട് റിനോഷിനെതിരെയും അഖിൽ മാരാർ സംസാരിക്കുന്നു? എന്റെ സംശയമാണത്. അപ്പൊ അഖിൽ മാരാറിന് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ അഭിപ്രായത്തിൽ അഖിൽ മാരാർ ഇങ്ങനെ 2 ആളുണ്ടോന്ന് ചോദിച്ചാൽ അത് ഇല്ലാന്ന് എനിക്ക് തോന്നുന്നു. നമുക്കിതിൽ കണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം എന്താ, ഈ 2 പേര് എന്ന് പറഞ്ഞാൽ ഈ സീസണിലോ അല്ലെങ്കിൽ മുന്നത്തെ സീസണിലോ ഈ 2 പേര് എന്ന് പറയുന്ന ആള് ഇല്ല. ഇത് വെറുതെ അഖിൽ മാരാർ ഒരു സ്റ്റേറ്റ്മെന്റ് ഇട്ടു. അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അഖിൽ മാരാർക്ക് പറയാമല്ലോ. എന്റെ അഭിപ്രായത്തില് ഇത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അഖിൽ മാരാർക്ക് കുറച്ച് റീച്ച് കുറയോ എന്നുള്ളൊരു പേടി. അതായത് ബിഗ് ബോസ് ഇപ്പൊ എന്റെ കയ്യിലാണ് നിൽക്കുന്നത്. എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളൊക്കെ ഇപ്പോൾ കുറെ ആളുകളൊക്കെ മറ്റുള്ളവരിൽ സപ്പോർട്ട് ചെയ്യാൻ പോകുന്നുണ്ട്. പിന്നെ പോരാത്തിന് അവിടെ ജാസ്മിൻക്കാണ് കൂടുതൽ സപ്പോർട്ട് വരുന്നത്. ജാസ്മിൻ ആണെന്നുണ്ടെങ്കിൽ ഒരു നാറിത്തരം കാണിച്ചുകൊണ്ടിരിക്കുകയാണ് ബിഗ് ബോസിൽ. അപ്പൊ സ്വാഭാവികമായിട്ടും അഖിൽ മാരാർക്ക് എന്ത് ചെയ്യേണ്ടി വരും? അനമൂലം തോന്നേണ്ടി വരും. എനിക്ക് ഇവിടെ ഉദ്ഘാടനം ഉണ്ടായിരുന്നു, ഞാൻ അതുകൊണ്ട് പോയില്ല. ഞാൻ ഇവിടെ ഉദ്ഘാടനം ഉണ്ടായി, എനിക്ക് അങ്ങോട്ട് പോകാൻ പറ്റിയില്ല. എനിക്ക് കൊട്ടാരക്കര ഉദ്ഘാടനം ഉണ്ടായിരുന്നു, ഞാൻ പോയില്ല. എന്നെ സ്റ്റാർ മാജിക്കിലേക്ക് വിളിച്ചു, ഞാൻ അങ്ങോട്ട് പോയില്ല. കാരണം എനിക്ക് ഡേറ്റ് ഇല്ല, ഞാൻ അങ്ങോട്ട് പോയില്ല. പിന്നെ പോരാത്തതിന് എന്റെ വീടിന്റെ ഇനാഗുറേഷൻ പരിപാടി 4 മില്യൺ യൂട്യൂബിൽ ഓടുന്നുണ്ട്. ഞാൻ ഒരു ലൈവ് ഇട്ട് കഴിഞ്ഞാൽ ഇത്രയും കോടി ജനങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ട് ബിഗ് ബോസ് 6ലേക്ക് എന്നെ വിളിച്ചില്ല? അതേ ബിഗ് ബോസ് സീസൺ 5 വിന്നർ ആയിരുന്നു എന്നെ വിളിക്കാതെ പകരം റിനോഷിനെയും ജുനൈസിനെയും വിളിച്ചത് എന്തുകൊണ്ട് എന്ന് പറയുന്ന എന്റെ അഖിൽ മാരാർ എന്ന് പറയുന്ന ഞാനൊരു പുലിയാണ്. ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന സാമ്രാജ്യം തന്നെ എന്റെ കയ്യിലാണ്. ഈ 2 കയ്യിൽ നിന്നും എന്റെ ബിഗ് ബോസ് എന്ന് പറയുന്നത് ഞാൻ ഇങ്ങനെ വിട്ടാൽ ബിഗ് ബോസ് പൊടിഞ്ഞ് പപ്പരവടവളമാകും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. എന്തുകൊണ്ട് ബിഗ് ബോസ് എന്നെ വിളിച്ചില്ല? ഇങ്ങനെയാണ് അഖിൽ മാരാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ലൈവിൽ വന്നിട്ട്. എന്തിനാ? എനിക്കിതൊക്കെ ഒരു ഊളത്തരം എന്നല്ല. അതിനപ്പുറത്തേക്ക് എനിക്ക് അഖിൽ മാരാറിനെ കുറിച്ച് ഒന്നും പറയാനില്ല. വെറും ഷോ, പട്ടി ഷോ ഇതന്നെ എനിക്ക് പറയാനുള്ളൂ. അതിന് ജുനൈസ് കറക്റ്റ് മറുപടി പറഞ്ഞു. ഈ അഖിൽ മാരാർ ജുനൈസിനെ ഇൻവോൾവ് ചെയ്തു. ഞാൻ ജുനൈസിന്റെ ഇൻസ്റ്റഗ്രാമിൽ സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് ഞാൻ ഇതില് എന്റെ ബിഗ് ബോസിനെ കുറിച്ച് ഒന്നും ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. ബിഗ് ബോസ് റിലേറ്റഡ് ആയിട്ട് നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യാൻ ഞാൻ ശ്രമിക്കുന്നില്ല, അല്ലെങ്കിൽ എന്നെ മാനിപ്പുലേറ്റ് ചെയ്യാനും ഞാൻ ശ്രമിക്കുന്നില്ല. ഇതിനെ കുറിച്ച് എനിക്ക് യാതൊന്നും പറയാനില്ല. എല്ലാം അവരുമായിട്ട് ചർച്ച ചെയ്ത് തീരുമാനിച്ചോളും. എനിക്ക് ഇതിനെ കുറിച്ച് പറയാനില്ല. ഞാനിപ്പോ എന്റെ കാര്യങ്ങൾ നോക്കി ഞാൻ മുന്നോട്ട് പോവാണ്. അപ്പൊ ഇതിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് ഇത് തന്നെ. ഇതുപോലെ തന്നെ ബ്ലസ്ലി ഞാൻ പറയുന്നത് ബിഗ് ബോസ് കണ്ടസ്റ്റന്റ് ആയിട്ടുള്ള ബ്ലസ്ലി അവന്റെ കാര്യങ്ങൾ നോക്കി അവൻ്റെതായിട്ടുള്ള രീതിയിൽ അവന്റെ കാര്യങ്ങൾ ഇപ്പോഴും മുന്നോട്ട് പോകുന്നുണ്ട്. അതേപോലെ തന്നെയാണ് ഈ ജുനൈസ്. ഇവരൊക്കെ ഇവരുടേതായിട്ടുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ മൂവ് ഓൺ. അതാണ് എനിക്ക് പറയാനുള്ളത്. അല്ലാതെ ഇവിടെ കിടന്നിട്ട് ഷോ ഇറക്കുക, ഞാൻ മറ്റേ കണ്ടസ്റ്റന്റ്, ഞാൻ ഇവിടെ വന്ന് ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോ, ബിഗ് ബോസിന് ഏറ്റവും അബദ്ധം പറ്റിയത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏഷ്യാനെറ്റിന് ഏറ്റവും അബദ്ധം പറ്റിയെന്ന് വെച്ചാൽ അഖിൽ മാരാർ എന്ന കണ്ടസ്റ്റന്റ് ബിഗ് ബോസ് എടുത്തതാണ് ഏറ്റവും വലിയ അബദ്ധം. കാരണം എവിടെയും ചങ്കൂറ്റത്തോടെ ആണത്തം തെളിയിക്കുന്ന ഒരു മനുഷ്യനുണ്ടെങ്കിൽ അത് അഖിൽ മാരാറാണെന്ന് പറഞ്ഞുകൊണ്ട് ഞാനിവിടെ 2 വാക്കുകൾ ചുരുക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ അഖിൽ മാരാർ പറയേണ്ട ഒരു ആവശ്യമില്ല എന്റെ അഭിപ്രായത്തിൽ. അപ്പോ ഈ അഖിൽ മാരാർ എന്ന് പറയുന്ന ആള് വെറും ഷോ. എന്റെ അഭിപ്രായത്തിൽ ഈ ഏഷ്യാനെറ്റിൽ അങ്ങനെ പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കേസ് കൊടുക്കുക. അല്ലാതെ ഇവിടെ കിടന്ന് ലൈവില് വന്നിക്കാണ്ട് ഞാൻ 2 വ്യക്തികൾക്കെതിരെ പറയുന്നു, ഈ തെമ്മാടിത്തരെതിരെ ഞാൻ കൂട്ടു നിൽക്കില്ല, എനിക്ക് വിന്നർ ആണെങ്കിൽ എനിക്ക് കുഴപ്പമില്ല, ഞാൻ ജനങ്ങളെ സപ്പോർട്ട് കൊണ്ട് നേടിയെടുത്ത ഒരു വിന്നർ ആയിട്ടുള്ള ഒരാളാണ് ഞാൻ അഖിൽ മാരാർ. എന്റെ പേര് കേട്ടില്ല നിങ്ങൾ അഖിൽ മാരാർ എന്നാണ്, അല്ലാതെ മറ്റവന്റെ ആസനം നിൽക്കുന്നവൻ എന്നല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ പറയേണ്ട ഒരു കാര്യമില്ല. അപ്പോൾ എനിക്ക് ഇതൊക്കെ തന്നെയാണ് ഇതിൽ പറയാനുള്ളത്. അല്ലാതെ
ഇതൊക്കെ ഈ നമ്മളെ ആൾക്കാർ ഇത് കണ്ടോണ്ടിരിക്കുക, എന്നിട്ട് അഖിൽമാരാറിനെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് ആൾക്കാർ വന്നിട്ട് കമന്റ് ഇടുക, എന്നിട്ട് അഖിൽമാരാർ ഉയിര് മച്ചാ നിങ്ങൾ പറയുന്ന സംഭവം പൊളി, വൻ പൊളിയാണ്, വൻ വിഷയമാണ്, യോ ടീമാണ് വിഷയം കൈസ് എന്നും പറഞ്ഞാണ്ട് ഇത് ഇങ്ങനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അഖിൽമാരാർക്ക് 2 പേരും പറഞ്ഞാൽ പെരി പോവാ, നിങ്ങളെ കാര്യം നോക്കിക്കോളി, നിങ്ങൾ ആരൊന്നും കാട്ടൂല. ഞാൻ പറയണത് ഈ കണ്ട ജനങ്ങൾ മൊത്തം നിങ്ങൾ സപ്പോർട്ട് ചെയ്യും. ആ 2 ആൾക്കാരെ പേര് പറഞ്ഞു, ഒന്ന് രാമനും ഒന്ന് ഫിറോസും, അവിടെ പേര് പറയാം, പരിപാടി കഴിഞ്ഞു, ദാറ്റ്സ് ഇറ്റ്. ആ പേരും പറഞ്ഞാൽ അപ്പൊ ജനങ്ങൾ ഈ രാമനും ഫിറോസിനും ഇട്ട് ഊക്കും, എന്നിട്ട് ജനങ്ങൾ ഇത് കേസ് കൊടുക്കും, പോലീസ് വന്നിട്ട് രാമനും ഫിറോസിനും കൊണ്ടുപോകും, ജയിലിൽ അടക്കും, പരിപാടി കഴിഞ്ഞു. അല്ലാതെ ഇത് കിടന്നിട്ട് 4 ലൈവ് ഇടുക, ആ കഴിഞ്ഞിട്ട് അപ്പുറത്തുള്ളവന് റിനോഷിനോട് പറഞ്ഞിട്ടുണ്ടാവും, റിനോഷിട്ട് ഏൽപ്പിച്ചിട്ട് റിനോഷിന് 4 ലൈവ് ഇടുക, അപ്പുറത്ത് ശോഭ വന്നിട്ട് മറ്റേ ചാനൽ ചർച്ചയിൽ പോവാ, മറ്റേ ഇതിൽ പോവാ, പിന്നെ മുൻ സീസൺ കണ്ടസ്റ്റന്റ് ആയിട്ടുള്ള ഫിറോസിനെ വിളിക്കുക, അതുപോലെ തന്നെ നമ്മുടെ എന്താണ് സാബുമോനെ വിളിക്കുക, രഞ്ജിത്തേരനെ വിളിക്കുക, അങ്ങനെ പിന്നെ മണിക്കുട്ടനെ വിളിക്കുക, അങ്ങനെ കുറച്ച് ആൾക്കാർ വന്നിട്ട് ഇവിടെ ഭയങ്കര വിഷയം, കേരളത്തിലാകെ പ്രശ്നം. എന്താ പ്രശ്നം? അഖിൽമാരാറിന്റെ 2 ആൾക്കാർ, ഈ 2 ആൾക്കാരാണ് ഇവിടെ കേരളത്തിലെ പ്രശ്നം. നിലവിൽ ഒരാൾക്ക് ഇപ്പൊ ചോറ് കഴിച്ചാൻ വയ്യാത്ത അവസ്ഥയായി. അതായത് ചോറ് കഴിക്കുമ്പോൾ അഖിൽമാരാർ ലൈവിട്ടാ ഇതാണ് ആൾക്കാരുടെ അവസ്ഥ. എന്റെ അഭിപ്രായത്തിൽ ഇങ്ങനത്തെ കോപ്രായങ്ങൾ പരിപാടികൾ നിർത്തിയിട്ട് പെരി പോയി ചോറുന്ന, പിന്നെ ഭാര്യ ഉണ്ടാക്കി തരുന്ന ഭക്ഷണങ്ങൾ കഴിക്കുക എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ ഇത് എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ഈ വിഷയത്തെ കുറിച്ച്. അപ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നിച്ചാൽ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. കുറെ ദിവസമായി ഇങ്ങനത്തെ വിഷയങ്ങളൊക്കെ ഇങ്ങനെ ചർച്ച അങ്ങനെ എരപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്, അതുകൊണ്ടാണ് ഞാൻ എത്ര തവണ പറഞ്ഞത്. ഇതിൽ എന്തെങ്കിലുണ്ടെങ്കിൽ ക്ഷമിക്കുക. പിന്നെ അഖിൽമാരാറിന്റെ ആരാധകരോട് പറയാനുള്ളത് എന്നെ പൊങ്കാലയിടരുത് എന്ന് മാത്രം പ്രത്യേകം ആവർത്തിക്കുന്നു. ഈ പൊങ്കാല എനിക്ക് വിഷയമല്ല, ദാറ്റ്സ് ഓൾ. അപ്പോൾ ഓക്കെ, ഇത്രേ ഉള്ളൂ. പുതിയ വീഡിയോയുമായി വീണ്ടും വരാം. അതുവരേക്കും ഗുഡ് ബൈ.